എംപോക്സിലും നിപ്പയിലും ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മങ്കി പോക്സ് ബാധിച്ച രോഗിയുടെ നില തൃപ്തികരമെന്നും സമ്പർക്ക പട്ടികയിലുള്ളവർ നിരീക്ഷണത്തിലാണെന്നും മന്ത്രി വീണ ജോർജ്. 23 പേർ സമ്പർക്കത്തിലുണ്ടെന്നും സ്വയം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ഇയാൾക്കൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്ത 47 പേരോടും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. 267 പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 37 പേരുടെ പരിശോധന പൂർത്തിയായി. എല്ലാവരും നെഗറ്റീവായെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 267 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇന്ന് ഒരാൾ കൂടി സമ്പർക്ക പട്ടികയിലേക്ക് വന്നത് ഈ പേഷ്യൻ്റ് എത്തിയ ആശുപത്രിയിൽ ആ സമയത്തുണ്ടായിരുന്നു. ഈ പേഷ്യൻറ്റുമായിട്ട് ഹസ്തദാനം ചെയ്തു എന്ന് ഇങ്ങോട്ട് വിളിച്ച് റൂട്ട് മാപ്പ് കണ്ട് വിളിച്ച് അറിയിച്ച ഒരാളാണ്. അപ്പോൾ ആ വ്യക്തി കൂടി കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ പരിശോധിച്ച 37 സാമ്പിളുകൾ നെഗറ്റീവാണ്. വീട്ടുവളപ്പിലെ മരത്തിൽ നിന്ന് പഴം കഴിച്ചതാണ് രോഗത്തിന്റെ ഉറവിടമെന്നാണ് പ്രാഥമിക നിഗമനം. എംപോക്സ് ബാധിതനായ ആളുമായി 23 പേരാണ് സമ്പർക്കമുണ്ടായത്. വിമാനത്തിൽ സഞ്ചരിച്ച 40 പേരോടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എംപോക്സുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി സ്റ്റേബിളാണ്. ആ വ്യക്തിക്ക് നാട്ടിൽ ഉണ്ടായിട്ടുള്ള കോണ്ടാക്റ്റ് 23 പേരാണ്. അപ്പോൾ ആ 23 പേര് അവർ സെൽഫ് മോണിറ്ററിങ് കൂടിയാണ്. കാരണം കൈകാലുകളിലൊക്കെ ചിലപ്പോൾ ഈ ലൈസൻസ് ഉണ്ടാകണം എന്നില്ല. അപ്പോൾ സെൽഫ് മോണിറ്ററിങ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയിൽ ഒരു അവബോധം നൽകി എന്തെങ്കിലും തരത്തിൽ അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ളത് അറിയിക്കുകയും ആ രീതിയിൽ അവർ പ്രത്യേക ശ്രദ്ധ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി സഞ്ചരിച്ച വിമാനം, യാത്ര ചെയ്ത വിമാനം, അതിൽ 3 റോ മുന്നിലും 3 റോ പിന്നിലുമുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 43 പേരാണ് ആ നിലയിൽ ഇദ്ദേഹവുമായിട്ട് കോണ്ടാക്റ്റിലുള്ളത്. അവരെ അഡ്രസ്സ് കണ്ടെത്തി അവരെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. പ്രതിരോധ നടപടികൾ ഊർജിതമായി മുന്നോട്ട് പോകുകയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.